ഇന്ത്യയുടെ ജി ഡി പി ആയിരുന്നു ഒരു സമയത്ത് നമ്മുടെ കേരളത്തിലെ കമ്മികളുടെയും ജിഹാദികളുടെയും പിന്നെ കൊങ്ങികളുടെയും ഒക്കെ വലിയ വിഷയമെന്ന് പറയുന്നത്. ഒരു സമയത്ത് അത് പെട്രോളായിരുന്നു. കാരണം പെട്രോളിന് എന്തുകൊണ്ട് വില കുറയ്ക്കുന്നില്ല നരേന്ദ്രമോദി? ഇപ്പോൾ പെട്രോളിനെ കുറിച്ച് മിണ്ടുന്നില്ല. അതെന്താ നിങ്ങൾ മിണ്ടാത്തതെന്ന് ചോദിച്ചാൽ അവർ ആ ചോദ്യം പോലും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, അത് കഴിഞ്ഞ ശേഷം ജി ഡി പി ആയി പ്രശ്നം. കാരണം രാജ്യത്തെ ജി ഡി പി കുത്തനെ താഴെ പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. ജി ഡി പി കുത്തനെ ഉയർന്നാലോ വായും പൊത്തി മിണ്ടാതിരിക്കും. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. എന്തായാലും ട്രംപ് താരിഫുകൾ ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യയുടെ ജി ഡി പി രണ്ടാം പാദത്തിൽ 8.2% വർദ്ധിച്ചു. 6 പാദത്തിലെ ഏറ്റവും ഉയർന്ന നിരക്ക് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക എഞ്ചിൻ കൂടുതൽ വേഗത കൈവരിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രണ്ടാം പാദത്തിൽ യഥാർത്ഥ ജി ഡി പി 8.2% വളർച്ച കൈവരിച്ചുവെന്ന് ഔദ്യോഗിക ഡാറ്റ കാണിക്കുന്നു. ഇതൊരു വർഷം മുമ്പ് രേഖപ്പെടുത്തിയ 5.6%-ത്തേക്കാൾ വളരെ കൂടുതലാണ്. ആദ്യ പാദത്തിൽ രേഖപ്പെടുത്തിയ 7.8%-ത്തേക്കാൾ ശക്തവും 6 പാദങ്ങളിലെ ഏറ്റവും ഉയർന്നതുമാണ്. US താരിഫുകളുടെ സമ്മർദ്ദം സമ്പദ് വ്യവസ്ഥ നേരിട്ടപ്പോഴും ഈ കുതിപ്പ് മിക്ക പ്രവചനങ്ങളും മറികടന്നു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പുറത്തിറക്കിയ കണക്കുകൾ ഉൽപ്പാദനം, നിർമ്മാണം, ശക്തമായ സേവന മേഖലകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ശക്തമായ മുന്നേറ്റത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ സ്ഥിരവിലയുള്ള ജി ഡി പി 48.63 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ ഇത് 44.94 ലക്ഷം കോടി രൂപയായിരുന്നു. നാമമാത്രമായ ജി ഡി പി 8.7% വർദ്ധിച്ച് 89.25 ലക്ഷം കോടി രൂപയായി എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തിനും സംരംഭത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഖ്യകളെ വളരെ പ്രോത്സാഹനജനകമാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.